പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നോക്കാം, നമുക്ക് തിയറി പാർട്ട് നിങ്ങൾ പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഇൻ 4p ഓർബിറ്റൽ. എങ്ങനെയാണ് നമ്മൾ കാണുക? റേഡിയൽ നോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് റേഡിയൽ നോഡ് ഈക്വൽ ടു n - l - 1 ആണ് 4p ഓർബിറ്റൽ. സോ 4 മൈനസ് എൽ വാല്യൂ എത്രയാണ് പി ഓർബിറ്റലിന്? 1 -1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 1 3, 3 - 1 2. സോ ദെൻ 2 ആണ് നമ്പർ ഓഫ് റേഡിയൽ നോഡ് 4p ഓർബിറ്റലിൽ. മനസ്സിലായില്ലേ? അത് ഇങ്ങനെ തന്നെ അല്ലേ കിട്ടുക? അതേസമയം ആംഗുലർ നോഡിൻ്റെ എണ്ണം എന്താണ്? L ആണ്. ആംഗുലർ നോഡിൻ്റെ എണ്ണം L. അപ്പോൾ എത്ര ഉണ്ടാവും ഇവിടെ? 1 ആണ് ഉണ്ടാവുക. ദെൻ 4pയിൽ അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോഡ് കാണുമ്പോൾ n - 1. സോ 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതിൽ 2 റേഡിയൽ നോഡും ഒരു ആംഗുലർ നോഡും. ഓക്കെ, നമുക്കിവിടെ റേഡിയൽ നോഡാണ് ചോദിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക് ഓഫ് കനാൽ റേസ്. ആരാ കനാൽ റേസ് എന്ന് പറഞ്ഞാൽ എന്താ? ആനോഡ് റേസ്. എന്താ നമ്മൾ പറയുക കനാൽ റേസിനെ കുറിച്ച്? ദ ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ, ദേ ആർ ഡിഫ്ലക്റ്റഡ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇൻ ദർ ചാർജ് ആൻഡ് E/m ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസസ്. ഇതൊക്കെയല്ലേ നമുക്ക് പറയേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ n and l വാല്യൂസ് ഓഫ് 4d ഇലക്ട്രോൺ. 4d ഇലക്ട്രോൺസിന് എന്നിൻ്റെയും എല്ലിൻ്റെയും വാല്യൂ. എന്നിന് 4 ആണ് കിട്ടുക അല്ലേ? എല്ലിന് എന്താ കിട്ടുക? എല്ലിന് ഡിയുടെ എൽ വാല്യൂ എന്താണ്? എസിന് 0, പിക്ക് 1, ഡിക്ക് 2. ഇതല്ലേ ഉള്ളത്. അപ്പോൾ ദെൻ 4d ആണെങ്കിൽ n = 4, l = 2. ദെൻ ഇനി അടുത്തത്, ഗിവ് ദ നെയിംസ് ഓഫ് സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഓഫ് അറ്റോമിക് ഹൈഡ്രജൻ ആൻഡ് ദ റീജിയൻ ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഏതൊക്കെയാണത്? ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ലൈമാൻ സീരീസ് അൾട്രാ വയലറ്റ് റീജിയണിൽ, ബാമർ സീരീസ് വിസിബിൾ റീജിയണിൽ, ബാക്കിയൊക്കെ ഇൻഫ്രാറെഡ് റീജിയണിൽ. എഴുതണ്ടല്ലോ അത്. അടുത്ത്, സ്റ്റേറ്റ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എങ്ങനെ പറയുന്നത്? ഇലക്ട്രോൺ പെയറിംഗ് ഇൻ ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി cannot take place until each orbital has got 1 electron each with the same spin. Okay, അടുത്ത ക്വസ്റ്റ്യൻ, represent the orbital with the quantum number n = 5, l = 3. n = 5, l = 3. n = 5 ആണെങ്കിൽ 5th ഷെല്ല്, l = 0 ആണെങ്കിൽ s, l = 1 ആണെങ്കിൽ p, ദെൻ d ആണെങ്കിൽ 2, f-ന് 3. സോ അതേതായിരിക്കും? 5f ആയിരിക്കും. ശരിയല്ലേ? അത് 5f. ഇനി രണ്ടാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ, ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ മെറ്റൽ ഈസ് 7.0 × 10⁻14. കാൽക്കുലേറ്റ് കൈനറ്റിക് എനർജി ഓഫ് ആൻ എമിറ്റഡ് ഇലക്ട്രോൺ വെൻ റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി 1 × 10⁻15 ഹിറ്റ്സ് ദ മെറ്റൽ. നമ്മൾ ത്രഷോൾഡ് ഫ്രീക്വൻസി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈക്വൽ ടു h × ν - ν0. h 6.626 × 10⁻34 ഇൻറ്റു ന്യൂ എത്രയാണ്? ദെൻ 1 × 10⁻15, ദെൻ മൈനസ് ഇവിടെ എത്രയുള്ളത്? 7 × 10⁻14. 7 × 10⁻14. ഇതാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ദെൻ 10⁻15 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ആയി. അത്ര തന്നെയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പം നിങ്ങളത് ചെയ്തോക്കെ, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്തേക്ക്, സമയം കളയണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത്, what are important observations and conclusion made by Rutherford from his alpha ray scattering experiment? Give 2 limitations of Rutherford model of atom. എന്തായിരുന്നു റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിലെ ഇതിനൊക്കെ ഒബ്സർവേഷൻ എന്തായിരുന്നു? ഇങ്ങനെ പറയാം, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദി ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾ. ഓൺലി വെരി ഫ്യൂ ഓഫ് ദം റിഫ്ലക്റ്റഡ് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റഡ് ബാക്ക്. അങ്ങനല്ലേ നമ്മൾ പഠിച്ച്. ദെൻ അതിന് എക്സ്പ്ലനേഷൻ എന്തായിരുന്നു? അത് റൂദർഫോർഡ് ആറ്റം മോഡൽ പറഞ്ഞാൽ മതി. ദെൻ എന്തൊക്കെയാണ് നമ്മൾ പറയാം? then most of the mass and all positive charge of an atom is concentrated at the center of the atom called nucleus. 2, electrons are revolving around the nucleus with very high speed. 3, electrons and nucleus are held together by electrostatic force of attraction. Limitation ചോദിച്ചാൽ എന്താ പറയാ? It cannot explain stability of an atom, it cannot explain hydrogen spectrum, it cannot explain electronic structure of atom. Clear അല്ലേ അത്?
അടുത്ത ക്വസ്റ്റ്യന് ദ മിനിമം വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദെൻ നമ്മൾ പറഞ്ഞത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ദെൻ h/4π ആണ് മിനിമം വാല്യൂ, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും എന്ന്. അപ്പോൾ ഇതാണ് ദെൻ അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ h/4π ആയിരിക്കും. ഇനി അടുത്ത് മെൻഷൻ ടു ഒബ്സർവേഷൻ വിച്ച് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻ ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഇതൊന്നും വേവ് നേച്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് എക്സ്പ്ലെയിൻ ക്വാണ്ടം നമ്പേഴ്സ്, ഗിവ് ഇമ്പോർട്ടൻസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഇൻ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഏതൊക്കെയാണ് ക്വാണ്ടം നമ്പേഴ്സ്? ഗിവ് ഇമ്പോർട്ടൻസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, ദെൻ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, എന്നിട്ട് ഓരോന്നിനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n വെച്ചിട്ടാണ് കാണിക്കുക, മെയിൻ എനർജി ലെവലിനെ കാണിക്കും, സൈസ് ഓഫ് ഓർബിറ്റൽ തരും. അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് സബ്ഷലിനെ കാണിക്കും, അതേപോലെ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ തരും. L എന്നാണ് കാണിക്കുക. അതിൻ്റെ വാല്യൂസ് ഓരോ n വാല്യൂസിനും 0 to n-1 വരെ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ആണ്. ദെൻ ഇൻ സ്പേസ് അവിടുന്ന് ഓർബിറ്റൽസ് എണ്ണം കിട്ടും. അതേപോലെ അതിൻ്റെ വാല്യൂ -L to +L ഇൻക്ലൂഡിങ് 0. അറിയുന്ന എസ് പ്ലസ് ഹാഫും മൈനസ് ഹാഫും. ഇനി പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം വാല്യൂ ഫോർ ഓൾ ഫോർ ക്വാണ്ടം നമ്പേഴ്സ് എന്നാണ്. അത്രയും മതി അതിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Name the quantum number which give spatial orientation of an orbital with respect to standard state of coordinate axis. Spatial orientation of orbitals കാണിക്കുന്ന ആരാണ്? ദെൻ ഓക്കെ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. സ്പിൻ ഓഫ് ഇലക്ട്രോൺ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ കാണിക്കുന്നത്. അടുത്ത് റൈറ്റ് ടു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഒബ്സർവ് ഡ്യൂറിങ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ദെൻ ഒന്ന്, ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ഫാളിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. രണ്ടാമത്തെ, ദെൻ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ takes place only if the light has a minimum frequency called threshold frequency. 3, number of electron ejected directly proportional to intensity of light. 4, kinetic energy of ejected electron directly proportional to frequency of light. Okay, അടുത്ത question. Explain how the different series of lines are formed in hydrogen spectrum. Derive an equation to find the wave number of a line in hydrogen spectrum. എങ്ങനെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഡിഫറെൻ്റ് ലൈൻസ് വരുന്നതെന്നുള്ളത്? ദെൻ ഹൈഡ്രജൻ ആറ്റത്തിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഇലക്ട്രോൺ എക്സൈറ്റഡ് ടു ഹയർ എനർജി ലെവൽ. വെൻ ഇറ്റ് കം ബാക്ക് ടു ലോവർ എനർജി ലെവൽ, ഡിഫറെൻ്റ് വേസിലാണ് ഓരോ ആറ്റത്തിലും ഇലക്ട്രോൺസ് താഴെ ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ലൈൻസ് കിട്ടും. 5th ലെവലിൽ നിന്ന് 4th വരുമ്പോൾ ഒരു ലൈന്, 4th നിന്ന് 2nd വരുമ്പോൾ, അല്ലെങ്കിൽ 3rd വരുമ്പോൾ, 1st വരുമ്പോഴൊക്കെ വ്യത്യസ്ത ലൈനുകൾ കിട്ടും. ഇനി ഇവിടുന്ന് വേവ് നമ്പർ കാണാൻ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയുന്നത്, അതെന്തായിരിക്കും? ആ ഇക്വേഷൻ എന്തായിരിക്കും? നമുക്കിവിടെ ഉദ്ദേശിക്കുന്ന ഇക്വേഷൻ എന്താണ്? E1 is equal to നമ്മൾ -RH ഡിവൈഡഡ് ബൈ n² എന്ന് പഠിച്ചിട്ടുണ്ട്, n1 സ്ക്വയർ. E2 is equal to എന്താ? -RH ഡിവൈഡഡ് ബൈ n2 സ്ക്വയർ. Then n2 square second orbit n2. ഇനി E2 minus E1 is equal to or delta E2 minus E1 or delta E is equal to then E2 minus E1 minus RH divided by n2 square minus RH divided by n1 square. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, RH into ഇത് പ്ലസ് ആയില്ല, 1/n1 square minus 1/n2 square. RH എന്ന് പറഞ്ഞാൽ എന്താ? then 2.18 into 10 raised to -18 1/n1 square minus 1/n2 square. ഇനി ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ന്യൂ ആണ് ഡെൽറ്റ ഇ, ഓർ ഡെൽറ്റ ഇ ന്യൂ is equal to then ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് പറഞ്ഞിരുന്നു. ഇതേപോലെ ന്യൂ is equal to നമ്മൾ ന്യൂ is equal to c by lambda എന്നുണ്ട്, ഓർ c by lambda equal to ഡെൽറ്റ ഇ ബൈ എച്ച് എന്നുണ്ട്. ഇനി ദെൻ ന്യൂ ബാർ is equal to 1 lambda ആണ്. 1 lambda കാണണമെങ്കിൽ ദെൻ ഈ സി എങ്ങോട്ട് എടുക്കണം? ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ എച്ച് സി.
ദെൻ ഇനി ഈ ഡെൽറ്റ ഇക്ക് പകരം ഈ ഇക്വേഷൻ കൊടുക്കുകയാണ്, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, സിയുടെ വാല്യൂ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇക്വേഷൻ കിട്ടും ന്യൂ ബാർ ഈക്വൽ ടു, നമ്മളതിനെ സെൻറ്റിമീറ്ററിലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ 109,677 ഇൻറ്റു 1/n1² മൈനസ് 1/n2². നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്ത് വെച്ചതുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ആംഗുലർ നോഡ്സ് ആർ പ്രസൻറ്റ് ഇൻ 5f ഓർബിറ്റൽ? ആംഗുലർ നോഡിൻ്റെ എണ്ണം എപ്പോഴും L ആയിരിക്കും. റേഡിയൽ നോഡാണ് n-l-1. അപ്പോൾ 5f എത്ര ആംഗുലർ നോഡ് ഉണ്ട്? എഫിൻ്റെ L വാല്യൂ, എസിന് 0, പിക്ക് 1, ഡിക്ക് 2, എഫിന് 3. അപ്പോൾ 3 ആംഗുലർ നോഡ്. Give the postulates of Bohr model of hydrogen atom. Also 2 merits and 2 limitation of this model. എന്താണ് Bohr atom മോഡലിൻ്റെ postulates എന്താണ്? Then okay, electrons are revolving around the nucleus in circular path of definite energy and definite radius called orbits. രണ്ടാമത്, then as far as an electron revolving around a nucleus in an orbit, it does not lose or gain energy. When it absorbs energy, it jumps to higher energy level. When it emits energy, it come back to lower energy level. ഇനി energy of electron then okay absorbed or emitted delta is equal to E2 minus E1 or nu is equal to delta E. നമ്മൾ എന്താ എഴുതിയിരുന്നത്? then delta is equal to h nu എന്നുള്ള രൂപത്തിൽ, അപ്പോൾ nu is equal to delta E by h. ലാസ്റ്റ് ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ MVR equal to NH by 2π. അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി, ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. എന്താ then അതിൻ്റെ ഡിമെറിറ്റ്സ് എന്താ? ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്പെക്ട്രം ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് ഇഫക്റ്റ്, സീമൻ ഇഫക്റ്റ് എക്സെട്ര. ശരിയല്ലേ അത്? അടുത്തത്, റെപ്രസെൻറ്റ് ഗ്രാഫിക്കലി വേരിയേഷൻ ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി psi square are as a function of distance from the nucleus for 1s and 2s orbital. ഓക്കെ, സൈ സ്ക്വയറിൻ്റെ ഗ്രാഫ് 1s-നാണെങ്കിൽ സൈ സ്ക്വയർ 1s-നാണെങ്കിൽ then ഓക്കെ റേഡിയസ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? ന്യൂക്ലിയസ് നിന്ന് ഇവിടേക്ക് പോകുന്നവർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും എന്നാണ് പറഞ്ഞിരുന്നത് അല്ല, എങ്ങനെയല്ലേ കൊടുത്തിരുന്നത്? അതേസമയം 2s-നാണെങ്കിൽ ഈ ഗ്രാഫ് എങ്ങനെയായിരുന്നു? സൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ സൈ സ്ക്വയർ ആർ ഉണ്ട്, റേഡിയസ് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നു, പിന്നെ 0 ആയി, പിന്നെ കൂടി, പിന്നെ കുറഞ്ഞു. ഇത് നമ്മൾ നോഡ് എന്നൊക്കെ പറയുന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാഥോഡ് റേസ് ആർ റേസ് മൂവിങ് ഫ്രം കാഥോഡ് ടു ആനോഡ്. ഗിവ് 2 properties of cathode rays. Cathode rays travel in straight line. Cathode rays deflected an electric magnetic field. Cathode rays are stream of negatively charged particles called electrons. കുറേ നിങ്ങൾക്ക് എഴുതാം അതേപോലെ. Write the electronic configuration of chromium. Chromium atomic number 24 ആണ്. Configuration ആർഗണിൻ്റെ configuration 4s1 3d5 ആണ്. എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ആണ് ഡ്യൂ ടു ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി. ഡ്രോ ദി ഷേപ്പ് ഓഫ് എസ് ആൻഡ് പി ഓർബിറ്റൽസ്. എസ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? ദെൻ നമ്മളിങ്ങനെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ബൗണ്ടറി ലെവൽ വരക്കാതെ ഡോട്ടർ ലൈനായിട്ട് മാത്രം വരക്കാം, ഡോട്ടഡ് പിക്ചർ. ദെൻ ഇത് 1s ആണ്. 2s വരയ്ക്കുമ്പോൾ നോഡ് വരക്കണം. പി ആണെങ്കിൽ നമ്മൾ ദെൻ ഓക്കെ എക്സ് വൈ സെഡ് ആക്സിസ് കൊടുത്തിട്ട് പി എക്സിലൊരു ലോബേ ഉള്ളെങ്കിൽ ഇത് 2px, വൈയിലാണെങ്കിൽ 2py, സെഡിലാണെങ്കിൽ 2pz. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. എഴുതി നമ്മൾ. ഫൈൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി സബ്ഷെൽ വിത്ത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ L equal to 2. Find the number of electron in the subshell with azimuthal quantum number L equal to 2. L equal to 2 എന്ന് പറഞ്ഞാൽ ഏതാ സാധനം ഏതാ? then L equal to 2 എന്ന് പറഞ്ഞാൽ എസിന് L വാല്യൂ എന്താണ്? 0, പിക്ക് 1, ഡിക്ക് 2, ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളത്. ആർഗണിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 ആണ്. പിന്നെ ഡി ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഡിയിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. എത്ര ഇലക്ട്രോൺ വരെ? 5 ഇലക്ട്രോൺസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ഇവിടെ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി സബ്ഷെൽ വിത്ത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ L equal to 2 എന്നാണ്. അപ്പോൾ അതിൽ ഈ കേസിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണാണെങ്കിലാണ് 5 കേട്ടോ. അല്ല ദെൻ അതിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ആണ് കൊള്ളുക എന്നാണ് ഇവിടെ ചോദ്യം വരുന്നത്. അപ്പോൾ ഡിയിൽ എത്ര ഇലക്ട്രോണിനെ കൊള്ളും? 5 ഓർബിറ്റൽസ് ഉണ്ട്. 5 × 2 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം. മാക്സിമം എത്രയാണ്? 10. റെപ്രസെൻറ്റ് ദ ഓർബിറ്റൽ വിത്ത് ക്വാണ്ടം നമ്പേഴ്സ് N equal to 1 L equal to 0. ഏതാണത്? 1s ആണ്. N equal to 1 L equal to 0 ഏതായിരിക്കും? 1s ആയിരിക്കും. Give the mathematical representation of Heisenberg's uncertainty principle and its one important
ഇലക്ട്രോൺസ്. എന്താ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? നേരത്തെ എഴുതിയിരുന്നു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എന്താ അതിൻ്റെ സിഗ്നിഫിക്കൻസ്? എന്താ? വി കനോട്ട് സേ ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ഇലക്ട്രോൺസ്, വി ക്യാൻ സേ ഓൺലി പ്രോബബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺസ്. അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ദെൻ എക്സാക്ട് പൊസിഷൻ പറയാൻ പറ്റില്ല, പ്രോബബിലിറ്റി മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Give the main postulates of Bohr model of atom. Already പറഞ്ഞതാണ്. Calculate the wavelength of first line of Lyman series of hydrogen spectrum. വേവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഏതിൻ്റെ ആണ്? ഫസ്റ്റ് ലൈനാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയല്ല നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ദെൻ ലൈമാൻ സീരീസിൽ ന്യൂ ബാർ ഈക്വൽ ടു 1/λ ഈക്വൽ ടു 109,677 ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഇതാണ്. ഓർ ദറ്റ് ഈസ് ഈക്വൽ ടു 1/λ ഈക്വൽ ടു 109,677 ഇൻറ്റു 1/n1². ലൈമാൻ സീരീസിന് ലൈമാൻ ബാമർ, ലൈമാൻ ആണെങ്കിൽ 1/1². ദെൻ ഫസ്റ്റ് ലൈന് വരുമ്പോൾ 1/, ദെൻ 1-നേക്കാളും കൂടുതൽ 2² അല്ല, അങ്ങനല്ലേ വരുന്നത്, 1/2². അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. ഇത് 1 കിട്ടും, ഇത് 1/4 കിട്ടും. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ലാംഡ കാണാൻ പറ്റും. നിങ്ങൾ ചെയ്താൽ പോരെ, അത് നിങ്ങൾ ചെയ്തേക്ക്. അത്രയും എന്തായിരിക്കും? ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ലാംഡ കാണുമ്പോൾ എന്തിൽ കിട്ടും? സെൻറ്റിമീറ്ററിൽ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. There are some rules governing the filling of electron in an orbital. State and explain Hund's rule of maximum multiplicity. നേരത്തെ പറഞ്ഞു അത്. ഇനി അടുത്ത് quantum numbers give the address of electron. Explain quantum number which determine distance of electron from the nucleus. അതേതാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ അത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ, അടുത്ത് then name 4 quantum numbers: principal, azimuthal, magnetic and spin. Represent the orbital given below. n equal to 1, l equal to 0, 1s, n equal to 2, l equal to 1, 2p. ശരിയല്ലേ? അത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ നിക്കൽ. നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28. നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28 എങ്ങനെ എഴുതാം? ആർഗണിൻ്റെ കോൺഫിഗറേഷൻ 4s2 3d8 എങ്ങനെ എഴുതാം? 28, 18, 20, 28. 3d8 ആണെങ്കിൽ നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8. ദെൻ 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. 2 അൺപെയർഡ് ഇലക്ട്രോൺ. സോ ആൻസർ ഈക്വൽ ടു 2. അടുത്ത ക്വസ്റ്റ്യൻ. Quantum numbers provide variable information about electrons in an atom. Which of the following correct statement? Principal quantum number can have fractional values. ഇല്ല. അടുത്ത് azimuthal quantum number defines the 3-dimensional shape of an orbital. ഓക്കെ ആണ്, കറക്റ്റ് ആണ്. The magnetic quantum number determines the size of the orbital. ഇല്ല. Spin quantum number give information about spatial orientation of orbital with respect to standard set of axes. ഇല്ല. അപ്പോൾ ആൻസർ ഏതാണ് ഇതിൽ കൊടുക്കുക? azimuthal quantum number defines the 3-dimensional shape of an orbital. Okay. അടുത്ത ക്വസ്റ്റ്യൻ. A photon has a wavelength of 3.5 angstrom. Calculate its mass. Then okay, h തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ലൈറ്റും തന്നിട്ടുണ്ട്. ദെൻ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് തന്നു. അപ്പം എന്താണ്? മാസ് കാണാൻ ലാംഡ ഈക്വൽ ടു h/mv. ദെൻ ഇവിടുന്ന് വെലോസിറ്റി ഈക്വൽ മാസ് ഈക്വൽ ടു എന്തൊക്കെ തന്നത്? എന്തൊക്കെയാണ്? വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. സോ m is equal to h divided by lambda into v. 6.626 into 10 raised to minus 34 joule second divided by lambda എത്ര തന്നത്? എത്രയാണ്? 3.5 ആങ്സ്ട്രോം. 3.5 into 10 raised to minus 10 meter. വെലോസിറ്റി 3 into 10 raised to 8 meter per second. അപ്പോൾ നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ശരിയല്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The uncertainty principle contributes significantly in the formulation of quantum mechanical model of atom. Which one of the following statement correct about uncertainty principle? Exact position and exact momentum of electron in an atom can be determined simultaneously. Cannot be none. Then it is a consequence of dual behavior of matter and radiation. Then dual behavior of matter and radiation. അതാണ് കറക്റ്റ് ഒന്ന്. 2. Then it is significant only for the motion of microscopic particle and negligible to that of macroscopic particle. അതും കറക്റ്റാണ്. ഇനി അടുത്ത് ഇറ്റ് സപ്പോർട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത്. അല്ല, ദെൻ ഡെഫിനിറ്റ് പാത്ത് ഒരിക്കലും കൊടുക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഓൺലി ഫോർ ദി മോഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ് ആൻഡ് നെഗ്ലിജിബിൾ ദാറ്റ് ഓഫ് മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്. മൂന്നാമത്തെ പിന്നെ ഇറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. അതും അതിലുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An electron is moving with a velocity 2.5 into 10 raised to 6. Uncertainty in velocity is 0.1%.
ഓക്കെ, വെലോസിറ്റിയുടെ 0.1%. കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. അപ്പോൾ നമ്മൾ മാസ് ഓഫ് ഇലക്ട്രോൺ എച്ച് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണണം, ഇവിടെ എത്രയാണ് വെലോസിറ്റിയിലുള്ള അൺസർട്ടനിറ്റി എന്ന് കാണണം. എത്രയാണ്? 0.1% എന്നാണ് നമ്മളോട് പറഞ്ഞത്. ദെൻ വെലോസിറ്റി 2.5 × 10⁻⁶, അതിൻ്റെ 1%. സോ ഡെൽറ്റ വി ഈക്വൽ ടു 2.5 × 10⁻⁶, അല്ലടാ, അങ്ങനല്ലേ പറഞ്ഞത്? അതിൻ്റെ പോയിന്റ് എത്രയാണ്? 1%. 0.1 ഡിവൈഡഡ് ബൈ 100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1. ഇത് 10⁻²2 ആണ്. അപ്പോൾ 10⁻², ദെൻ എങ്ങനെ കാണുക നമ്മൾ? ഇവിടുന്ന് 10⁻⁴ ആയി, പിന്നെ 10⁻², 2.5 × 10⁻3. ഇതല്ലേ കിട്ടാം. ഡെൽറ്റ വി ഈക്വൽ ടു ഇത്ര കിട്ടി. ഇനി എന്തൊക്കെ തന്നത്? എന്തൊക്കെയാണ്? ഡെൽറ്റ വി കിട്ടി. ഇനിയിപ്പോൾ എന്തൊക്കെയുള്ളത്? ഡെൽറ്റ വി കിട്ടി, അല്ല അങ്ങനെയല്ലേ പറയുന്നത്. ഇനി എന്തൊക്കെ വേണ്ട? എന്താണ്? അൺസർട്ടനിറ്റി ഇൻ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റൻ ഏതായിരുന്നു? കാൽക്കുലേറ്റ് ദി അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഓക്കെ, ഇനി ഇവിടുന്ന് കാണേണ്ടത് ഡെൽറ്റ എക്സ് ആണ്. ഓർ ഡെൽറ്റ എക്സ് ഈക്വൽ ടു h/4π × എം ഡെൽറ്റ വി. എച്ചിൻ്റെ വാല്യൂ 6.626 × 10⁻⁻34. 4 × 3.14. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻⁻31 × ഡെൽറ്റ വി 2.5 × 10⁻3. ഇത് ചെയ്താൽ ആൻസർ കിട്ടും. പൊസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ആർ ഈക്വൽ ടു പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ 17, 18, 18 റെസ്പെക്റ്റീവ്ലി. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ പ്രോപ്പർ സിമ്പിൾ ഓഫ് ദി സ്പീഷീസ്? 17 ആണെങ്കിൽ ക്ലോറിൻ ആണ്. ആണല്ലോ, ക്ലോറിൻ ആണ് 17ാമത്തെ അറ്റോമിക് നമ്പർ ഉള്ളത്. പിന്നെ പ്രോട്ടോണിൻ്റെ എണ്ണം 17, ന്യൂട്രോണിൻ്റെ എണ്ണം 18. 17ഉം 18ഉം 35. ഓക്കെ, പിന്നെ 18 ഇലക്ട്രോൺ ഉണ്ട് എന്ന്, ഒന്ന് അധികമാണ്, അപ്പോൾ ഒരു മൈനസ്. അപ്പോൾ Cl മൈനസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. Cl മൈനസ്. അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു? ഗിവ് 2 പോസ്റ്റ്ലേറ്റ്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ 2 ഡ്രോബാക്കുകളും ഇനി പറയുന്നില്ല. ഒക്കെ അടുത്ത് റെപ്രസെൻറ്റ് ദ ഓർബിറ്റൽ n = 3, l = 1. അതേതാണ്? 3p ഓർബിറ്റലാണ്. ഇനി അടുത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ് ആർ പോസിബിൾ? നോക്കിക്കോ, n = 2, l = 2 പോസിബിൾ അല്ല. n = 2 ആണെങ്കിൽ l = 0 പറ്റും, 1 പറ്റും, 2 പറ്റൂല. അടുത്തത് n = 1, l = 0, m = 0, l s = -1/2. അത് ഓക്കെയാണ്, ശരിയാവും. ഇനി അടുത്തത് റൈറ്റ് ദെൻ സബ്ഷൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫോളോയിങ് എലമെന്റ്സ്. ക്രോമിയം, കോപ്പർ. കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? ആർഗണിൻ്റെ കോൺഫിഗറേഷൻ, പിന്നെ 4s1 3d10. ദെൻ ക്രോമിയത്തിനാണെങ്കിൽ ആർഗണിൻ്റെ കോൺഫിഗറേഷൻ 4s1 3d5. ഇത് ഫുള്ളി ഫിൽഡ് സ്റ്റെബിലിറ്റി, ഇത് ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, അടുത്ത് കനാൽ റേസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നേരത്തെ നമ്മൾ പറഞ്ഞാണ്. സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യും, ഡിഫ്ലക്റ്റഡ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എ മൈക്രോസ്കോപ്പ് വിത്ത് സ്യൂട്ടബിൾ ഫോട്ടോൺ ഈസ് എംപ്ലോയ്ഡ് ടു ലൊക്കേറ്റ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 0.4 ആങ്സ്ട്രോങ്. വാട്ട് ഈസ് ദ അൺസർട്ടനിറ്റി ഇൻവോൾവ്ഡ് ഇൻ ദി മെഷർമെൻറ്റ് ഓഫ് വെലോസിറ്റി? ഇവിടെ ഈ 0.4 ആങ്സ്ട്രോങ് തന്നത്. ദെൻ ഓക്കെ, അത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ്. ഡെൽറ്റ എക്സ് ആണത്. 0.4 ആങ്സ്ട്രോങ്. അത് 0.4 × 10⁻⁻10 മീറ്റർ. ഇതാണ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇനി നേരത്തെ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ വി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്തേക്കത്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇൻ എ സ്പീഷീസ് ആർ. ഇലക്ട്രോൺ 18 ആണ്, ദെൻ പ്രോട്ടോൺ 16 ആണ്, ദെൻ ന്യൂട്രോണും 16 ആണ്. 16 ആണെങ്കിൽ അതേതാണ് എലമെൻറ്റ്? സൾഫർ അല്ലേ വരിക? 16 ആണെങ്കിൽ സൾഫർ അല്ലേ വരുന്നത്? സൾഫറിന് ദെൻ 16 ആണ് അറ്റോമിക് നമ്പർ. സൾഫറിന് 16 ആണ്. 16 32, 18 ഇലക്ട്രോൺ ഉണ്ട്, 2 മൈനസ് ആണ് വന്നത്. ഓക്കെ, ഇതാണ് അതിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ 2 ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. നേരത്തെ നമ്മൾ പറഞ്ഞാണ്, ഇനി പറയുന്നില്ല. എമംഗ് ദ ഫോളോയിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിച്ച് വൺ ഈസ് കറക്റ്റ്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. അതിൽ ഒന്നാമത്തത് ആ ഇലക്ട്രോൺസ് 2pയിലുള്ള ഒരു ഇലക്ട്രോൺ പ്ലസ് ഹാഫ് ആണ്, അടുത്ത മൈനസ് ഹാഫ്, അങ്ങനെ വരാൻ പാടില്ല. ഒക്കെ ഒരേ സ്പിന്നേ വരാൻ പാടുള്ളൂ. രണ്ടാമത്തിൽ ആദ്യം പെയർ ചെയ്തു, അതും പറ്റൂല. മൂന്നാമത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അനുസരിച്ച് ശരിയാവുന്നത്. ഹൺസ് റൂൾ അനുസരിച്ച്. ഇനി അടുത്ത് ലാർജ് നമ്പർ ഓഫ് ഓർബിറ്റൽ പോസിബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് n = 4, l = 0. അതേതാണ് 4s. n = 3, l = 2, 3d ആണ്.
ഇനി അടുത്ത് ദ ബാമർ സീരീസ് ഓഫ് ലൈൻസ് ഇൻ ദി ഹൈട്രൻ സ്പെക്ട്രം അപ്പിയർ ഇൻ ദി വിസിബിൾ റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ ഓഫ് സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ സീരീസ്. സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ സീരീസ് ന്യൂ ബാർ ഈക്വൽ ടു 109,677 ഇൻറ്റു ബാമർ സീരീസ് ആണ് 1/1 സ്ക്വയർ അല്ല 1/2 സ്ക്വയർ. ബാമർ സീരീസിന് ലൈമാൻ ബാമറിന് 2 സ്ക്വയർ. ഇനി ദെൻ സെക്കൻഡ് ലൈൻ ആണ്, തേർഡ് എന്നല്ല, അത് ഫസ്റ്റ് ലൈൻ ആവും, 4th 4 സ്ക്വയർ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തേക്കത്. സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും യൂണിറ്റ് കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം കോൺട്രഡിക്സ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആൻഡ് ഐസൻബർഗ്സ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ ജസ്റ്റിഫൈ. എങ്ങനെ അത് പറയാം? ബോർ മോഡലിൽ പറയുന്നത് ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഫിക്സഡ് സെലക്റ്റഡ് സർക്കുലർ പാത്താണ്. ഇലക്ട്രോണിന് കൃത്യം പൊസിഷൻ പറയാൻ പറ്റുന്നതാണ് ബോർ പറയുന്നത്. പക്ഷേ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നു വി കനോട്ട് സേ ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ഇലക്ട്രോൺ. സോ കോൺട്രഡിക്ഷൻ ആണ് അതെന്നാണ് പറയുന്നത്. Okay, photoelectric effect was perceived by Hertz. Number of electron ejected in photoelectric effect is proportional to എന്തിനാണ്? Intensity of light ആണ്. ഇനി അടുത്ത് select the correct statement regarding photoelectric effect. Threshold frequency is the maximum frequency required to photoelectron emission. അല്ല, minimum frequency ആണ്. Kinetic energy of photoelectron is directly proportional to frequency of light. കറക്റ്റ് ആണ്. Work function is same for all metal. അല്ല, ഓരോ മെറ്റലിനും വ്യത്യാസമുണ്ട്. General features of structure of hydrogen atom and hydrogen-like species explained by Niels Bohr. Write any 4 postulates of Bohr model. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. Calculate radius of second orbit of Li2+. എങ്ങനെ ലിഥിയം 2+ൻ്റെ റേഡിയസ് എങ്ങനെയാണ് കാണാൻ? നമ്മൾ റേഡിയസ് ഓഫ് ലിഥിയം 2+ കാണാൻ Li2+ Rn ഈക്വൽ ടു A0 × n² എന്നുണ്ടായിരുന്നു. 52.9. ഏത് ഓർബിറ്റാണ് കാണാൻ പറഞ്ഞത്? സെക്കൻഡ് ഓർബിറ്റ്. അപ്പോൾ സെക്കൻഡ് ഓർബിറ്റിന് 2² ഡിവൈഡ് ബൈ ലിഥിയത്തിന് അറ്റോമിക് നമ്പർ 3 ആണ്. 3 ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 52.9 × 2² ഡിവൈഡഡ് ബൈ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 എന്നുള്ളത്. സോ ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അടുത്ത് ദ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ വാസ് പ്രപ്പോസ്ഡ് ബൈ ഡി ബ്രോളി. സ്റ്റേറ്റ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. ലൈക്ക് ലൈറ്റ് ഓൾ മൂവിംഗ് മെറ്റീരിയൽ പാർട്ടിക്കിൾ സച്ച് ആസ് ഇലക്ട്രോൺ, പ്രോട്ടോൺ എക്സെട്ര പൊസസ് ഡ്യുവൽ ബിഹേവിയർ ദറ്റ് ഈസ് ബോത്ത് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ. ഇനി അടുത്ത് മൂവിങ് ഇലക്ട്രോൺ ഹാസ് ഡി ബ്രോളി വേവ് ലെങ്ത് ലാംഡ തന്നു. കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. ദെൻ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ഇസ് കൈനറ്റിക് എനർജി അങ്ങനെ കൊടുത്ത് ദെൻ വേവ് ലെങ്ത് മൂവിങ് ഇലക്ട്രോൺ ഹാസ് ഡി ബ്രോളി വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു തന്നിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജിയാണ് കാണാൻ പറഞ്ഞത്. ദെൻ ഓക്കെ, ലാംഡയാണ് തന്നത്. നിങ്ങൾ ചെയ്താൽ മതി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ ആണ്. ½ ഇനി ലാംഡ ഈക്വൽ ടു h/mv ആണ്. h/mv. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി കൈനറ്റിക് എനർജി അല്ലേ കാണാൻ പറഞ്ഞു. ഇവിടുന്ന് വെലോസിറ്റി കാണണം. സോ വെലോസിറ്റി ഈക്വൽ ടു h/m ലാംഡ. ദെൻ ലാംഡ തന്നു മാസ് ഓഫ് ഇലക്ട്രോൺ. ആ വാല്യൂ ഇവിടെ വെലോസിറ്റിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാസ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. നിങ്ങൾക്ക് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കാണാൻ പറ്റും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ എന്നിട്ട് ചെയ്തോ അത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഓർഡർ ടു സ്പെസിഫൈ സൈസ്, എനർജി, ഷേപ്പ് ദെൻ ക്വാണ്ടം നമ്പേഴ്സ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. റൈറ്റ് 4 ക്വാണ്ടം നമ്പേഴ്സ് പറഞ്ഞല്ലേ അത്. റെപ്രസെൻറ്റ് ദ ഓർബിറ്റൽ വിത്ത് ഫോളോയിങ് ക്വാണ്ടം നമ്പർ. n = 4, l = 0, 4s ആണ്. സ്റ്റേറ്റ് റൂൾ ബിഹൈൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം. ഏതൊക്കെയാണത്? ഓഫ്-ബാ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്താ ഓഫ്-ബാ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദി ഓർബിറ്റൽസ് ഹാവിംഗ് ലോവർ എനർജി എന്നാണ്. ദെൻ ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണത്. The photon has momentum as well as wavelength. Which property of matter revealed in the above statement? എന്താണത്? ദെൻ എന്തൊക്കെയുണ്ട് എന്നാണ് പറയുന്നത്? ഫോട്ടോൺ എന്തൊക്കെയാണ്? മൊമെൻറ്റും ഉണ്ട്, വേവ് ലെങ്ത്തും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഫോട്ടോണിൻ്റെ മാസ് തന്നു, വേവ് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ലാംഡ ഈക്വൽ ടു h/mv സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലാംഡ ഈക്വൽ ടു h/mv. ദെൻ ഓക്കെ, എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മാസ് തന്നിട്ടുണ്ട്. വെലോസിറ്റി ലൈറ്റിനാണെങ്കിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്ത ഐസൻബർഗ്സ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അൺസെർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഓഫ് എ ക്രിക്കറ്റ് ബോൾ ഓഫ് മാസ് 130 gram ആണ്. അൺസെർട്ടനിറ്റി ഇൻ പൊസിഷൻ തന്നിട്ടുണ്ട്. ദെൻ അപ്പോൾ നമ്മൾ എന്താണ്? Δx × m∆v > h/4π ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ചെയ്തേക്കാം. ഗിവ് ദ വാല്യൂ ഓഫ് n, l, m
ഫോർ വാലൻസ് ഇലക്ട്രോൺ ഓഫ് സോഡിയം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയോണിൻ്റെ കോൺഫിഗറേഷൻ 3s1 ആണ്. ഇതിൻ്റെ ഈ ഇലക്ട്രോണിനാണ് വാലൻസ് ഇലക്ട്രോൺ. ഇതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് n=3 ആണ്, l=0 ആണ്, m=0 ആണ്, s=+½ ഓർ -½ ആണ് വരിക. ഏതാ നമുക്കറിയില്ല, നമ്മളത് +½ ആകാം അല്ലെങ്കിൽ -½ ആകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. then okay, not allowed ആയ ക്വാണ്ടം നമ്പേഴ്സ് n=3 l=3 പറ്റൂലല്ലോ, l=2 വരെ പറ്റുള്ളൂ. n=2 l=1 m=0 s=−½ പറ്റും. n=1 l=0 m=0 ഓൾറെഡി പോസിബിൾ ആണ്. n=0 പറ്റൂല, n=1 2 3 പറ്റുള്ളൂ. സോ ദെൻ ഏതൊക്കെ പറ്റാത്ത ഫസ്റ്റും ഫോർത്തും പറ്റാത്തതാണ്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത് ഗീവ് മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് ഡീമെറിറ്റ്സ് പറഞ്ഞതാണ്. ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ മെറ്റൽ µ0 തന്നു. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ദെൻ ന്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ കാണും നമ്മൾ? കൈനറ്റിക് എനർജി =h(ν−µ0). നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതേപോലൊരു ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. എന്നിട്ട് വാട്ട് ആർ ദി മെയിൻ കൺക്ലൂഷൻസ് മെയ്ഡ് ബൈ ദി റൂദർഫോർഡ്? നമ്മൾ പറഞ്ഞില്ലേ ദെൻ ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് അത് തന്നെയാണത്. ദെൻ ഗീവ് ദ ആറ്റം മോഡൽ പ്രപ്പോസ്ഡ് ബൈ ഹിം. റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ. വാട്ട് ആർ ദി മെയിൻ ഡ്രോബാക്സ് പറഞ്ഞിരുന്നു? ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അടുത്ത് Niels Bohr was the first to explain quantitatively the general features of hydrogen atoms and its spectrum. Then give the main postulates of Bohr model of atom. എന്താ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. Find the maximum number of emission line when excited electron of hydrogen atom n=6 drops to n=1. ഇത് ശ്രദ്ധിച്ചേക്ക്. n=6 എന്ന് n=1 ഇലക്ട്രോൺ വരുമ്പോൾ എത്ര പോസിബിലിറ്റീസ് ഉണ്ട് എന്നാണ്. n×n-1/2 ഈ ഇക്വേഷൻ ഓർത്തേക്ക് ഒന്നാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് ലെവലിലേക്ക് വരുമ്പോഴാണ് n 6×6 - 1/2 then 5 × 6 30/2 15 പോസിബിൾ അറേഞ്ച്മെൻ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, 15 പോസിബിൾ അറേഞ്ച്മെൻറ്റ്. ദെൻ ഓക്കെ 15 ഡിഫറെൻറ്റ് എന്താ കിട്ടുക എന്നാണ് പറയുന്നത്? ഡിഫറെൻറ്റ് നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി ദെൻ കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ ഓഫ് റേഡിയേഷൻ ഡ്യൂ ടു ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം 4th ഓർബിറ്റ് ടു 2nd ഓർബിറ്റ്. ഏതാ ഇക്വേഷൻ? ഏതാ? ന്യൂ ബാർ = 109,677 × 1/n1² - 1/n2². 2² 4². ഇതന്നെയാണ്. ദെൻ n1² 4th നിന്ന് 2nd എന്താണെന്നുള്ളത് നിങ്ങൾ ചെയ്താൽ മതി അത്. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ഡ്രീബോളി വേവ് ലെങ്ത് അസോസിയേറ്റഡ് ആണ് ഇലക്ട്രോൺ ഹാവിംഗ് വെലോസിറ്റി 1.6 × 10⁻⁶. ദെൻ ലാംഡ =h/mv. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സ്റ്റേറ്റ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പറഞ്ഞതല്ലേ അത്. ദെൻ ക്വാണ്ടം നമ്പേഴ്സ് ഗീവ് അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ. എക്സ്പ്ലെയിൻ 4 ക്വാണ്ടം നമ്പേഴ്സ്. പ്രിൻസിപ്പൽ, അസിമുത്തൽ, മാഗ്നറ്റിക് ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. നേരത്തെ ചാപ്റ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. കുറേ മാർക്കിന് ഇതിൽ ചോദിക്കലുണ്ട്. NCERT പറ്റുമെങ്കിൽ NCERT ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചേക്കുക. തൽക്കാലം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.